റോയ്ഷായ വിരമിച്ച് 3 വർഷം കഴിഞ്ഞിട്ടും സ്വന്തം സ്വകാര്യ വാഹനത്തിൽ ഔദ്യോഗിക ചിഹ്നം വെച്ച് യാത്ര ചെയ്ത മുൻ DGP ടോമിൻ തച്ചങ്കരിക്ക് 250 രൂപ പിഴ. ഒരു സാധാരണക്കാരനാണ് ഒരു ചെറിയ നിയമലംഘനം നടത്തിയിരുന്നെങ്കിൽ നമ്മുടെ നിയമം ഈ രീതിയിലായിരിക്കും കൈകാര്യം ചെയ്യുക? ഒരിക്കലുമല്ല. കേരളത്തില് ഇതിപ്പോ നമ്മൾ പണ്ട് മുതലേ പറയുന്ന ഒരു സങ്കല്പമാണ്, വലിയവന് അല്ലെങ്കിൽ പണക്കാരന് സ്വാധീനമുള്ളവന് നിയമം വേറെയാണെന്ന് പൊതുവെ പറയാറുണ്ട്. നമ്മൾ അലങ്കാരത്തിന് വേണ്ടിയാണ് പലപ്പോഴും പറയുന്നത് നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. അങ്ങനെ ഒരിക്കലും ഉണ്ടെന്ന് നമുക്കാർക്കും തോന്നിയിട്ടുമില്ല, നമുക്കത് ബോധ്യപ്പെടുന്നുമില്ല. അതാണ് ഇതിന്റെ പ്രശ്നം. കേരള പോലീസിലെ അല്ലെങ്കിൽ ഇന്ത്യൻ പോലീസ് സർവീസിലെ ഉയർന്ന തസ്തികയിലിരുന്ന് വിരമിച്ച ഒരാളാണ് ടോമിൻ തച്ചങ്കരി. അദ്ദേഹം പോലീസിലെ DGP റാങ്കിൽ നിന്നാണ് 3 വർഷം മുമ്പ് അദ്ദേഹം റിട്ടയർ ചെയ്തത്. അദ്ദേഹത്തിന്റെ സ്വകാര്യ വാഹനത്തിലാണ് DGPമാരുടെ റാങ്കുള്ള 3 സ്റ്റാർ വെച്ചിട്ട് അദ്ദേഹം കഴിഞ്ഞ ഇത്രയും നാളായിട്ട് സഞ്ചരിക്കുകയായിരുന്നു എന്നുള്ളതാണ് വെളിപ്പെട്ടത്. അതാണ് കോട്ടയത്തെ ഒരു കേസുമായി സംബന്ധിച്ച് അദ്ദേഹം കോട്ടയം കലക്ടറേറ്റിൽ പോയപ്പോൾ സമയത്താണ് മാധ്യമ പ്രവർത്തകരുടെ ശ്രദ്ധയിൽ ഇത് വിടുകയും അവരിതെടുത്ത് വാർത്തയാക്കുകയും ചെയ്തത്. അവര് ക്യാമറയിൽ ഇത് പതിക്കുന്ന കണ്ടപ്പോഴാണ് അദ്ദേഹത്തിന്റെ ഡ്രൈവർ അതെടുത്ത് മാറ്റിയത്. എന്നിട്ട് ഞാനൊന്ന് പറഞ്ഞില്ലേ രാമനാരായണ എന്ന മട്ടിലാണ് അദ്ദേഹം എല്ലാം ഡ്രൈവറിന്റെ പിഴവാണെന്നുള്ള മട്ടിലാണ് അദ്ദേഹം പ്രതികരിച്ചത്. കേരളത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു തസ്തികയിലിരുന്ന നിയമത്തെക്കുറിച്ച് കൃത്യം ബോധ്യമുള്ള ഒരാളാണ് ഇത്തരത്തിൽ ആൾമാറാട്ടം പോലുള്ള പരിപാടി നടത്തിയിരിക്കുന്നത്. അപ്പൊ ആൾമാറാട്ടം നടത്തിയതിനും ഇങ്ങനെ ഔദ്യോഗിക ചിഹ്നം ദുരുപയോഗം ചെയ്തതിനും എടുത്ത കേസിനകത്ത് കേവലം 250 രൂപയാണ് ഇവര് പിഴയിട്ടിരിക്കുന്നത്. ഇതൊരു മറ്റൊരാളാണെങ്കിലോ, മറ്റൊരു സാധാരണ വ്യക്തിയാണെങ്കിൽ നിങ്ങൾ എത്ര രൂപ പിഴയിട്ടേനും, എന്തെല്ലാം കേസുകൾ എടുത്തേനും? ആ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് അവിടെ ഈ കേരളത്തിലെ പോലീസും ട്രാൻസ്പോർട്ട് കമ്മീഷണറും ഒക്കെയാണ് മറുപടി പറയേണ്ടത്. ഒരു അർഹതയില്ലാത്ത ഒരാള് ഇത്തരത്തിൽ എന്നെ പോലൊരു സാധാരണക്കാരൻ അല്ലെങ്കിൽ ശ്രീധരനെ പോലൊരാള് ഇതുപോലെ 3 സ്റ്റാറും വെച്ചുകൊണ്ട് വഴി പോയാൽ നിങ്ങൾ എന്ത് നടപടി എടുക്കും? എന്ത് കേസാണ് അത്തരം ആൾക്കാർക്കെതിരെ എടുക്കുന്നു എന്നുള്ള ബോധ്യപ്പെടുത്താനുള്ള ബാധ്യതയുണ്ട്. കാരണം ഇത് നിയമപാലകർ തന്നെ അല്ലെങ്കിൽ നീതിന്യായ സംവിധാനത്തിന്റെ ഭാഗമായി നിൽക്കുന്നവർ തന്നെ ഇത്തരത്തിലുള്ള നിയമലംഘനങ്ങൾ നടത്തുമ്പോൾ അവരോട് നിങ്ങൾ സൗജന്യം കാണിക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് പലപ്പോഴും. ഇപ്പൊ ഇന്ത്യയിൽ തന്നെ നിരവധി ഉണ്ടല്ലോ, വീട്ടിൽ നിന്ന് നോട്ടുകെട്ട് കണ്ടുപിടിച്ച ജഡ്ജിക്കെതിരെ എന്ത് നടപടിയാണ് ഇന്ത്യയിലെ ജുഡീഷ്യറി എടുത്തിരിക്കുന്നത്? ഒരു നടപടി എടുത്തിട്ടില്ല. മുസ്ലിങ്ങൾക്കെതിരായിട്ട് പോയി പരസ്യമായി അവരെ അധിക്ഷേപിക്കുകയും ജാതി അധിക്ഷേപം നടത്തുകയും മതപരമായ അവരുടെ വിശ്വാസത്തെ അധിക്ഷേപിക്കുകയും ചെയ്യുന്ന രീതിയിൽ പ്രസംഗിച്ച ഹൈക്കോടതി ജഡ്ജി, ഉത്തർപ്രദേശിലെ ഹൈക്കോടതി ജഡ്ജി, അയാൾക്കെതിരെ ഒരു നടപടിയില്ല, ഒന്നുമില്ല. നമ്മളിവിടെ കണ്ടല്ലോ ഇപ്പൊ കഴിഞ്ഞ ദിവസം തൃശ്ശൂര് മുനിസിപ്പൽ മജിസ്ട്രേറ്റ് ആയിരുന്ന ഒരു സ്ത്രീ, അവര് TR റോസ്മേരി എന്ന് പറയുന്ന ഒരാള് വ്യാജ മെഡിക്കൽ ബില്ല് കൊടുത്ത് 30,000 രൂപ അടിച്ചതിന്റെ പേരിൽ അവരെ തൽക്കാലത്തേക്ക് സസ്പെൻഡ് ചെയ്തു. നിങ്ങൾ അവർക്കെതിരെ എന്ത് ശിക്ഷാ നടപടി എടുക്കുന്നു എന്നുള്ളതാണ് കേരളത്തിലെ ആൾക്കാർക്ക് നോക്കുന്നത്. ടോമിൻ തച്ചങ്കരിക്കെതിരെ കേരള പോലീസും ട്രാൻസ്പോർട്ട് വകുപ്പും എന്ത് നടപടി എടുക്കുന്നു എന്നുള്ളതാണ്. 250 രൂപ കൊണ്ട് തീരുന്ന ഒരു കുറ്റമാണോ ഇത്? ഇത് ആൾമാറാട്ടം നടത്തുകയും ഔദ്യോഗിക ചിഹ്നം ദുരുപയോഗം ചെയ്തതിന്റെ പേരിൽ എന്തൊക്കെ നടപടികളാണ് എടുക്കാൻ കഴിയുന്നത് എന്നുള്ള കാര്യത്തിൽ അത് പോലീസ് പറയുന്നില്ല. തൽക്കാലം 250 രൂപ പിഴ അടിച്ചു വിടുക. നമ്മളൊരു നോൺ പാർക്കിംഗ് ഏരിയയിൽ ഇട്ടാൽ 500 രൂപ പിഴ അടിക്കും ഇല്ലേ? സീബ്ര ലൈൻ ക്രോസ് ചെയ്താൽ അല്ലെ ട്രാഫിക് ലൈറ്റ് ക്രോസ് ചെയ്താൽ അതിനെക്കാട്ടി വലിയ ശിക്ഷകളാണ് കൊടുക്കുന്നത് ഇല്ലേ? അപ്പം ഇത് നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് അല്ല വിരമിച്ച ഒരു ഉദ്യോഗസ്ഥന് എങ്ങനെയാണ് ഔദ്യോഗിക ചിഹ്നം വെച്ചുകൊണ്ട് യാത്ര നടത്താൻ പറ്റുന്നത്? അത് ആൾമാറാട്ടമായിട്ട് പോലീസ് കണക്കാക്കുന്നുണ്ട്. വേറൊരാളാണ് ഇത്തരത്തിൽ എന്നെ പോലൊരാളാണ് 3 സ്റ്റാർ വെച്ച് പോകുന്നു, നിങ്ങൾ എന്നെ പിടിച്ചാൽ നിങ്ങൾ എന്ത് നടപടിയാണ് എടുക്കുന്നത് ഇല്ലേ? നമ്മൾ ഇതുപോലെ ആൾമാറാട്ടം നടത്തിയ എത്രയോ പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. വ്യാജ ഒപ്പിടുന്നതിനെതിരെ കേസെടുക്കുന്നു ഇല്ലേ? ഇതൊക്കെ ഇതിനൊക്കെ കേസെടുക്കാൻ നടപടിയില്ലെന്നാണോ പോലീസ് പറയുന്നത്? അപ്പൊ അത് എന്താണ് ഒരു നിയമം ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ് നിങ്ങൾ വിതരണം ചെയ്യുന്നു എന്നുള്ള മെസ്സേജാണ് ഇല്ലേ? ഈ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ആണ് ഇപ്പൊ 250 രൂപ ഫൈൻ ഇട്ടത്. പോലീസിന്റെ നടപടി ഒന്നും വന്നിട്ടില്ല, അന്വേഷണം നടക്കുന്നു, DGP അന്വേഷണത്തിന് ഉത്തരവിട്ടത് എന്നുള്ളതേ ഉള്ളൂ. ഈ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് ഈ നടപടിയെങ്കിൽ പോലീസിൽ നിന്ന് എന്ത് വരാനാ? ഇനി ഒന്നും വരാനില്ല. അല്ല, ഇത് നമ്മൾ കണ്ടല്ലേ, ഇവിടെ ഒരു IAS ഉദ്യോഗസ്ഥന് ഒരു മാധ്യമപ്രവർത്തകനെ വെള്ളം അടിച്ചിട്ട് വണ്ടി ഓടിച്ചു പോയി ഇടിച്ചു കൊന്നു. എന്നിട്ട് എന്തായിരുന്നു നടപടി ഉണ്ടായിരുന്നത്? അയാളെ 2 ദിവസം ഒളിവിൽ കൊണ്ടുപോയി പാർപ്പിക്കുകയും അയാളുടെ കള്ളു കുടിച്ചതിന്റെ കട്ട് വിട്ടതിന് ശേഷമാണ് വന്ന് മെഡിക്കൽ പരിശോധന നടത്തിയത് നമ്മൾ കണ്ടതാണ്. ഇത്തരത്തിൽ ഈ അടുത്ത കാലത്ത് ഇങ്ങനെ പലരെയും സ്വാധീനമുള്ളവർക്ക് ഒരു നിയമവും സ്വാധീനമില്ലാത്ത പാവങ്ങൾക്ക് വേറൊരു നിയമമാണ് ഉണ്ടാക്കുന്നത്. അല്ല, അത് കാരണം നിയമം നടപ്പാക്കാൻ ബാധ്യതയുള്ളവർ അത് ഉറപ്പായിട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതിനകത്തെ പ്രധാന പ്രശ്നം. ഇപ്പൊ തച്ചങ്കരി ആയിക്കോട്ടെ വേറൊരാളായിക്കോട്ടെ, നിങ്ങൾ എന്തുകൊണ്ട് മാതൃകാപരമായ നടപടി എടുക്കുന്നില്ല എന്നൊരു ചോദ്യമുണ്ട് ഇല്ലേ? സാധാരണക്കാരൻ കള്ളു കുടിച്ച് വണ്ടി ഓടിച്ചാൽ അവരെ പിടിച്ചകത്ത്. ഈ കഴിഞ്ഞ ദിവസമല്ലേ മന്ത്രി
മറ്റേ ചിഞ്ചുറാണിയുടെ കാറിൽ മദ്യപിച്ച് വണ്ടി ഓടിച്ചു എന്ന് പറഞ്ഞ ഒരാളെ പിടിച്ചകത്തിട്ടിരിക്കുകയായിരുന്നു ഇല്ലേ? ഇത് വേറൊരാളാണെങ്കിലോ, ഒരു സ്വാധീനമുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനോ സ്വാധീനമുള്ള IAS കാരനോ ആണെങ്കിൽ അവന് നിയമം വേറെയാണ്. അവനെ പിടിക്കത്തുമില്ല, അവനെ രക്ഷപ്പെടാൻ അനുവദിക്കുകയും ചെയ്യും. ഇത് തന്നെയാണ് ഇവിടെ കാണുന്നത്. റിട്ടയർ ചെയ്തൊരു DGP ഇത്തരത്തിലൊരു ഗുരുതരമായ നിയമലംഘനം നടത്തിയിട്ട് കേരള പോലീസ് അറിഞ്ഞില്ല. ഇത് ആദ്യം കേൾക്കുന്ന പോലാണ് പറയുന്നത്. അല്ല, ഇത് നിയമലംഘനമാണെന്ന് അറിയാത്ത ആളൊന്നും അല്ല തച്ചങ്കരി. കാരണം ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, ഇത്രയും വർഷത്തെ സർവീസ് ഉണ്ട്. പിന്നെ പുള്ളിയുടെ സർവീസ് കാലവും ഈ രീതിയിൽ തന്നെയാണ്. നിയമലംഘനങ്ങൾ അറിഞ്ഞ് തന്നെ ആ നിയമലംഘനം നടത്തുന്ന ഒരാളും കൂടിയാണല്ലോ. അല്ല, അത് സംരക്ഷിക്കാൻ ആളുള്ളപ്പോഴും നിയമം അവർക്ക് അനുകൂലമായി നീങ്ങുന്നതുകൊണ്ടും ഒക്കെ തന്നെയാണ്. ഏത് ഉദ്യോഗസ്ഥനാണ് ഇതേപോലെ ഒരാൾക്ക് നടപടി എടുക്കാൻ തയ്യാറാവുന്നത്? എടുക്കുമോ? അല്ലെങ്കിൽ എടുത്താൽ അയാളെ ശിക്ഷിക്കാനാണ് ഭരണകൂടവും ബാക്കിയുള്ള ഒരു സഹപ്രവർത്തകരും ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് പലരും അതിന് തയ്യാറാവാത്തത്. പക്ഷേ ഇങ്ങനെയുള്ള കാര്യത്തിനകത്ത് മാതൃകാപരമായ നടപടി എടുക്കാൻ തയ്യാറാവുന്നില്ല. അധികാര ശ്രേണിയിൽ ഇരിക്കുന്നവർ എപ്പോഴും നിയമലംഘനം നടത്തുകയും അവരതിന്റെ ഗുണഫലങ്ങൾ അനുഭവിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതാണ് നടക്കുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞു, ജുഡീഷ്യറിയിലായാലും പോലീസിലായാലും IAS തലത്തിലായാലും രാഷ്ട്രീയക്കാരുടെ ഇടയിലായാലും ഇതൊക്കെ തന്നെ നിത്യവും സംഭവിക്കുകയാണ്. ഇതിന്റെ പേരിലൊന്നും ഒരു നടപടി ഉണ്ടാവുന്നില്ല ഇല്ലേ? ഉത്തരവാദികളായ ആൾക്കാരെ ശിക്ഷിക്കാനോ ഇത് വീണ്ടും ആവർത്തിക്കാതിരിക്കാനോ ഉള്ള ഒരു നടപടിക്രമങ്ങളും എങ്ങൊന്നും ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത് ചെയ്യാനുള്ള ത്വര ഉണ്ടാവുകയും പലരും ഇതൊക്കെ ആവർത്തിക്കുകയും ചെയ്യും. നാളെ ഇത് ഒരു സാധാരണക്കാരൻ ചെയ്താൽ അവനും ഈ ചോദ്യം ചോദിക്കും, നിങ്ങൾ തച്ചങ്കരിയുടെ പേരിൽ ഈ ആരോപണം നിങ്ങൾ എന്ത് നടപടി എടുത്തു, എന്നെ എന്തിനാണ് പിടിക്കാൻ പറ്റുന്നത് ചോദിച്ചാൽ എന്ത് മറുപടി പറയും? അല്ലെങ്കിൽ നിയമം ഏത് തരത്തിലായിരിക്കും അവരോട് റെസ്പോണ്ട് ചെയ്യുന്നത്? അതറിയാനുള്ള ആഗ്രഹമില്ലേ? അപ്പൊ നിയമം നടപ്പിലാക്കുക, നിയമം എല്ലാവർക്കും ഒരുപോലെ ആണെങ്കിൽ എല്ലാവർക്കും ഒരുപോലെയായിട്ട് നടപ്പാക്കണം. അല്ല, ഉദ്യോഗസ്ഥ തലത്തിൽ നിന്ന് ഈ വീഴ്ച ഉണ്ടാവും. പക്ഷെ ഈ കാര്യങ്ങളിലേക്ക് ഇടപെടേണ്ട സർക്കാരും കൃത്യമായി വരുന്നില്ലല്ലോ. ഈ ഉദ്യോഗസ്ഥർ ഈ രീതിയിൽ ഇങ്ങനെ പെരുമാറില്ല. അല്ല, അതാണ് ഇവിടെ സാധാരണക്കാരന്റെ ചലനങ്ങൾ വരെ ഒപ്പിയെടുക്കുന്നവരാണ് കേരളത്തിലെ പോലീസിനകത്തെ സ്പെഷ്യൽ ബ്രാഞ്ച് എന്ന് പറയുന്നത്, അല്ലെ ഇന്റലിജൻസ് വിഭാഗം. അവരിതൊന്നും കാണാതിരിക്കുകയാണ്. ആ മനുഷ്യൻ താമസിക്കുന്ന എറണാകുളം സിറ്റിയിലാണ്. പരസ്യമായിട്ടാണ് ഈ വണ്ടി ഓടിച്ചുകൊണ്ട് പോവുകയൊക്കെ ചെയ്യുന്നത്. ഇതൊന്നും കാണാതിരിക്കുകയാണോ? എത്രയോ ട്രാഫിക് ലൈറ്റുകൾ, എത്രയോ ക്യാമറയുടെ കണ്ണിൽ പെടുന്ന ഇതാണ്. അപ്പൊ അത് കാണാതിരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ അത് ഞങ്ങൾ കണ്ടില്ല കേട്ടില്ല. ഇപ്പം DGP ഈ മാധ്യമങ്ങൾ ഇത് വന്നപ്പോഴാണ് അന്വേഷണത്തിന് ഉത്തരവിടുന്നത്. ഇത് കണ്ടിട്ടോ അന്വേഷിച്ചാൽ ഇനി എവിടെ വരെ പോകുമെന്നുള്ളത് നമുക്കറിയാമല്ലോ. ഒരു അന്വേഷണം നടക്കാൻ പോകുന്നില്ല, അതിനൊരു ലോജിക്കലായിട്ടുള്ള കൺക്ലൂഷൻ ഉണ്ടാവാനും പോകുന്നില്ല. അതാണ് സംഭവിക്കാൻ പോകുന്നത്.